പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, +1 പ്രവേശനം നേടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമത്തിലൂടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്, കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് സം ബേസിക് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ്. ആ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ സെറീന ടീച്ചറാണ് കൈകാര്യം ചെയ്യുക. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമ്മളൊരു പ്രീ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് വെച്ചൊരു പ്രീ ടെസ്റ്റ് നിങ്ങളുടെ പ്രീവിയസ് നോളജ് അളക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടന എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 9ാം ക്ലാസ് മുതൽ ഇതിൽ പറയുന്ന ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രീ ടെസ്റ്റ് നടത്താനുള്ള കാരണം. പലതും ആവർത്തിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ 2, അറ്റോമിക് സ്ട്രക്ചർ. ഈ ഒരു ടേം, സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം എന്നുള്ള ടേമിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കാം. ഹിസ്റ്ററി ഓഫ് ദി ആറ്റം. 460 BC, the Democritus develops the idea of atom. The Democritus proposed the idea of atom in 460 BC. He pounded up materials in a pestle and mortar until he had reduced them to smaller and smaller particles, which are called atoma. It is in Greek word that is known as, the meaning of the term atoma is indivisible. ഇവിടെ ചെയ്തത് ഡെമോക്രറ്റിസ് ചെയ്തത് മെറ്റീരിയൽസിനെ മോർട്ടാറിൽ ഇട്ടിട്ട് പരമാവധി ക്രഷ് ചെയ്ത് വളരെ ചെറിയ 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 പാർട്ടിക്കിളായിട്ട് മാറ്റി. അതിൽ അവസാനം അദ്ദേഹത്തിന് ക്രഷ് ചെയ്ത് ചെറുതാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയ ഏറ്റവും ചെറിയ ആ ഒരു പാർട്ടിനെയാണ് അദ്ദേഹം അറ്റോമ എന്ന് വിളിച്ചത്. ഗ്രീക്ക് ടേമില് അറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിസിബിൾ. ആ വാക്കിൽ നിന്നാണ്, അറ്റോമ എന്നുള്ള ആ വാക്കിൽ നിന്നാണ് ആറ്റം എന്നുള്ള ടേം ഉണ്ടാവുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ നമ്മൾ 9 ഭാഗങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ അതിലെ മെയിൻ ടോപ്പിക്സ് 9 ടോപ്പിക്കുകളാണുള്ളത്. അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ 9 ടോപ്പിക്കുകളാണുള്ളത്. ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നമ്മളൊരു ഓവർവ്യൂ പറയുകയാണ് ഈ ചാപ്റ്ററിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ്, അതേപോലെ അതിന്റെ മെറിറ്റ്സ്, അതിന്റെ ഡിമെറിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നുള്ളത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അത് നമുക്ക് അറിയുന്നതാണ്, പരിചയമുള്ളതാണ്. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളിൽ നമ്മൾ ഒന്ന് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് തോംസൺസ് എക്സ്പെരിമെന്റ്, ജെ തോംസന്റെ എക്സ്പെരിമെന്റ്, അതേപോലെ തന്നെ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്, അതേപോലെ കാഥോഡ് റേസ്. ഈ കാഥോഡ് റേസ് തന്നെ നമുക്ക് എന്താണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പഠിക്കാനുണ്ട്. അതേപോലെ കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ് കാഥോഡ് റേസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാഥോഡ് റേസ് എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിന്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത് പ്രോട്ടോൺ, സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോൺ. പ്രോട്ടോണിൽ നമ്മൾ ചാർജ്, മാസ്, അതേപോലെ കനാൽ റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ
കനാൽ ട്രേസിനെ കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടോണിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള ന്യൂട്രോൺ, അതിന്റെ ഡിസ്കവറി, അതിന്റെ മാസ്, അതിന്റെ ചാർജ്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന ഐസോടോപ്സ്, ഐസോബാർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ മെയിൻ ഹെഡിങ്ങില്, മെയിൻ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മെയിൻ ടോപ്പിക് മോഡൽസ് ഓഫ് ആറ്റം. അതിൽ തന്നെ തോംസൺ മോഡൽ ഓഫ് ആറ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ തോംസൺസ് മോഡലിൽ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ മോഡലുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ തോംസൺസ് മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മെയിൻ ടോപ്പിക് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ. നിങ്ങൾ പഠിച്ചതാണ്. അതിൽ നമുക്കിവിടെ ഉള്ളത് ഒന്ന് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ തന്നെ അതിന്റെ ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ്, ന്യൂക്ലിയർ മോഡലിൽ അതിന്റെ മെറിറ്റ്സ്, ന്യൂക്ലിയർ മോഡലിന്റെ മെറിറ്റ്സ്, അതിന്റെ ഡീമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നോക്കുക, അഞ്ചാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് എന്നുള്ള മെയിൻ ഹെഡിങ്ങിൽ നമുക്ക് ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ്, അതിൽ നമുക്ക് അറ്റോമിക് നമ്പർ വരുന്നുണ്ട്, മാസ് നമ്പർ വരുന്നുണ്ട്, ഐസോടോപ്സ്, ഐസോബാർ, ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാമത്തെ പോയിന്റിൽ കീഴിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അല്ലെങ്കിൽ വേവ് നേച്ചർ ഓഫ് ആറ്റം. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലെന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ്, അതെങ്ങനെ അതിന്റെ മെഷർമെന്റ്, നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ്, അതിൽ വേവ് ലെങ്ത് വരുന്നുണ്ട്, ഫ്രീക്വൻസി വരുന്നുണ്ട്, വേവ് നമ്പർ വരുന്നുണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ഭാഗത്ത് ഉള്ളത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ മെറിറ്റ്സ് നമുക്ക് പഠിക്കാണ്ട്, അതേപോലെ അതിന്റെ ഡീമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നുള്ള ആറാമത്തെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏഴാമത്തേതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ടോപ്പിക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ നമുക്ക് അതിന്റെ എന്താണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയണം, അതിന്റെ മെറിറ്റ്സ്, അതിന്റെ ഡീമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് ഏഴാമത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ അടുത്തത് എട്ടാമത്തെ ബോർ മോഡൽ ഓഫ് ആറ്റം. അത് നിങ്ങൾ പഠിച്ചതാണ്. ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ കുറച്ച് അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. എന്താണ് സ്പെക്ട്രം, അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സ്പെക്ട്രകൾ ഒക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നുള്ളത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അതിൽ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ അതിന്റെ പോസ്റ്റുലേറ്റ്സ്, ബോർ തിയറി, അതേപോലെ അതിന്റെ ഡീമെറിറ്റ്സ്, അതേപോലെ അതിന് ശേഷം വരുന്നതാണ് ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി ഇക്വേഷൻ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഇത്രയും കാര്യങ്ങളാണ് എട്ടാമത്തെ മെയിൻ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനത്തേതും ഒമ്പതാമത്തേതുമായിട്ടുള്ള മെയിൻ ടോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിക്കാണ്ട്, ശ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ പഠിക്കാണ്ട്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽസിന്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതേപോലെ ആറ്റത്തിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പ്രകാരമുള്ള ഷേപ്പ്, എനർജി, അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജി, ഷേപ്പ്, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് പ്രോബിലിറ്റി ഡെൻസിറ്റി കർവ്, ഷേപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, എനർജീസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, റൂൾസ് ഫോർ ഫില്ലിംഗ് അറ്റോമിക് ഓർബിറ്റൽസ്. ഈ റൂൾസിൽ വീണ്ടും മൂന്ന് റൂൾസ് ആണ്. ഓപ്പോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ അറ്റോമിക് ഓർബിറ്റൽസ്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിന്റെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ഭാഗങ്ങളെ കുറിച്ചൊരു ആകെ ഉള്ള ഒരു വിവരം തന്നു എന്ന് മാത്രമേ ഉള്ളൂ.